ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാലിഫോർണിയയിലെ ഓഷ്യൻ സൈഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ യൂത്തേലാണുള്ളത് കേട്ടോ. നാളെ രാവിലെ 8 മണിക്കാണ് ഓഷ്യൻ സൈഡിൽ നമ്മുടെ ഡെലിവറി. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സോൾട്ട് ലേക്ക് സിറ്റിയിലെ കുറച്ച് കാഴ്ചകൾ കാണണം. പിന്നീട് നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് ഇച്ചിരി അരിസോണ, നെവാഡ, പിന്നീട് കാലിഫോർണിയ. Lighten up, take me on your magic river. Tell me all your dreams align. Sign me up. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ യൂത്തേലെ പാർക്ക് സിറ്റിയിലാണുള്ളത് കേട്ടോ. ജസ്റ്റ് പാർക്ക് സിറ്റിയിലേക്ക് കയറിയതേ ഉള്ളൂ. നല്ല കിടിലൻ ടെമ്പറേച്ചറാണ്. 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുണ്ട്. ഒരു നല്ല ഇളം വെയിലുണ്ട്. അതുപോലെ തന്നെ യൂത്തേടെ മലകളിലെല്ലാം മുകളിൽ നല്ല മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളാണ്. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ ഷോൺ ആൻ്റണി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ബ്രോ, കാനഡയിൽ കുറേ കാലം ഡ്രൈവ് ചെയ്തൊരു വെക്കേഷന് നാട്ടിൽ വന്ന് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസും ഇന്ത്യൻ ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ ഡിസഡ്വാൻറ്റേജസും പ്രോബ്ലംസും എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ശരിക്കും ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു പരിധി വരെ ഒക്കെ നമ്മൾ വിഷയങ്ങൾ പറഞ്ഞാലും അത് നമ്മൾ ഇന്ത്യനെ കുറ്റം പറയുകയാണെന്ന് ചിലർക്കെങ്കിലും ചിന്താഗതി വന്നേക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ഫേസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സൈഡിലാണല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു. നാട്ടിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു. അത് നമുക്ക് ഇപ്പം ഒരു സാധാരണ ഒരു ഹോം മേക്കറോ അല്ല സാധാരണ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ഇടവിട്ട് നാട്ടിൽ വരുന്ന ഒരാളാണ്. ആ ഒരു ടച്ച് കോൺസ്റ്റൻ്റ്ലി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളായിരിക്കുമല്ലോ. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കോൺസ്റ്റൻ്റ്ലി വണ്ടിക്കകത്താണല്ലോ നമ്മുടെ ജീവിതം. അപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലുമായിട്ട് നമ്മൾ അതുപോലെ അഡാപ്റ്റായിട്ട് നമ്മളെപ്പോഴെങ്കിലും നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്ത് ഈ സൈഡ് മാറിപ്പോകുന്ന ഒരു സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ഒരു സ്ഥിരം മിസ്റ്റേക്കാണ്. കാരണം ഇവിടുത്തെ പോലെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പയ്യെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം അത് നമ്മളിങ്ങനെ ഓടിച്ച് പ്രാക്ടീസ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 2 മാസം നാട്ടിൽ നിന്നിട്ട് തിരിച്ച് ഇവിടെ കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും വന്നു കഴിയുമ്പം വണ്ടി എടുത്തുകൊണ്ട് ഇടതുവശത്തേക്ക് ഇറങ്ങുന്നതും നമ്മളെ ഒരു ടെൻഡൻസി ആയിട്ട് മാറാറുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. കാരണം നമ്മൾ ആ സ്ഥിരം വണ്ടി ഓടിച്ചോടിച്ച് താഴ്ക്കുമ്പോഴൊക്കെ വന്നിട്ട് നമ്മൾ ആ ഒരു സ്ഥാനത്ത് വരുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ സാധാരണ ഗതിയിൽ ഇവിടുന്ന് നാട്ടിൽ വരുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇപ്പോൾ റെൻ്റ് കാറായിരിക്കും മിക്കവാറും എടുക്കുന്നത്. റെൻ്റ് കാർ എടുത്തു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിലോ അല്ല ഒരു 2 ദിവസം രാത്രിയിൽ നമ്മൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് അപകടമോ ആക്സിഡൻറ്റോ ഏതാണ്ട് ഉണ്ടല്ലോ എന്നാ പോലും ഒരു ചെറിയ ക്രാഷാ കേട്ടോ. അപ്പോൾ ഒരു പാതിരാത്രി ആകുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റോഡിലെ തിരക്കൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഞാൻ വണ്ടിയും കൊണ്ട് ഇറങ്ങി മൊത്തത്തിൽ നമ്മുടെ അവിടെ നിന്ന് ഒരു 10-50 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ വണ്ടി ഓടിച്ച് ഒന്ന് പ്രാക്ടീസ് ആക്കും തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത്. അങ്ങനെ ഒന്ന് സെറ്റായി ആ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് അടുത്ത ദിവസം മുതൽ സാധാരണ ഇതിൽ തിരക്കുള്ള ഒരു സമയത്ത് ഞാൻ വണ്ടി ഇറക്കാറുള്ളൂ. അന്നേരത്തേക്ക് നമ്മൾ പയ്യെ ഒന്ന് സെറ്റാവുമല്ലോ. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത്, അതായത് വിദേശത്തൊക്കെ പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സമയത്ത്, ഇനി വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു മിക്കവാറും ഡ്രൈവ് ചെയ്യാത്ത ആൾക്കാരായിരുന്നേ. അവരൊന്നെങ്കിൽ ഒരു ഡ്രൈവറിനെ വെക്കും, എന്നിട്ട് അങ്ങനെ ഒരു പാസഞ്ചറായിട്ട് പോകുന്നതാണ് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇപ്പം അവരെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവരെ ഇവരുടെ ഡ്രൈവറായിട്ട് വെക്കുക. അല്ലെങ്കിൽ ഈവൻ ഒരു ബൈക്കിലോ സ്കൂട്ടറിലോ പോലും അവർ വണ്ടി ഓടിക്കാതെ
ഇവരുടെ പുറകിലിരുന്ന് പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്ത് പ്രഹസനാണ്. ഒന്നുമില്ലല്ലോ, ഇവരൊക്കെ ഇവിടുന്ന് തന്നെ പോയതല്ലേ, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ? നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് ഡ്രൈവിംഗ് എല്ലാം പഠിച്ച് ഇവർ വിദേശത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഷോ. എന്ത് വിദേശത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാനും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോയത് UK-ലേക്കാണ്. UK-ലെ ഏകദേശം 4 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 2-2.5 കൊല്ലം നമ്മൾ വണ്ടി ഓടിക്കുകയും ചെയ്തു. അപ്പം UK-ൽ വണ്ടി ഓടിയിരുന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ്, ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന രീതിയാണല്ലോ UK-ൽ. അപ്പം അതിൽ നിന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പം ഒരു രാത്രിയിലെ ഒറ്റയ്ക്കുള്ള ഒരു ഡ്രൈവിൽ കൂടെ, തിരക്കില്ലാത്ത സമയത്ത് ഡ്രൈവിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ആ ഒരു സെറ്റപ്പുമായിട്ട് നമ്മൾ യൂസ് ടു ആകുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ ഈ വിദേശത്ത് പോയവർ നാളെ കാണിച്ചൊക്കെ തന്നെ അടാവി എന്നുള്ളൊരു ഇത്. പക്ഷേ സംഭവം കംപ്ലീറ്റ്ലി മാറിയത് ഞാൻ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എനിക്ക് നാട്ടിൽ വരേണ്ട വന്നു. അപ്പം ആ ഒരു എമർജൻസിയുടെ പുറത്ത് നാട്ടിൽ വന്ന സമയത്താണ് ഇവിടെയും ഫുള്ള് നമ്മുടെ ട്രക്കിൻ്റെ ലൈനിലൊക്കെ ഇതുപോലെ ഇവർ റോഡ് ബ്ലോക്ക് ചെയ്തിരുമ്പോൾ നമുക്ക് പോകാൻ വലിയ പാടാണ്. നമ്മുടെ ട്രക്കിൻ്റെ ഒരു മെയിൻ്റനൻസ് കഴിഞ്ഞതോടുകൂടി എൻജിൻ ബ്രേക്കിൻ്റെ പവർ മൊത്തത്തിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റോപ്പിംഗ് പവറില്ല. എനിവേ, അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ടിരിക്കാൻ ഇപ്പോൾ കാനഡയിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം പെട്ടെന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് റോഡിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാവും. എല്ലായിടത്തും ഇൻ്റർസെക്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് സൈൻസ് ഉണ്ട്, അപ്പം ഓൾവേസ് സ്റ്റോപ്സ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഒരു ഓൺ ഗോയിങ് ട്രാഫിക്കിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റാമ്പ് ഉണ്ടാവും. അങ്ങനെ പല വിധത്തിലുള്ള സെറ്റപ്പുകളുണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ലല്ലോ. ഒരു റോഡ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് ട്രാഫിക് ഫ്ലോ ചെയ്യുന്ന ഒരു സെറ്റപ്പ് അല്ലേ. അപ്പം ആ ഒരു ട്രാഫിക്കിലേക്ക് എങ്ങനെ കയറും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഉണ്ടായത്. അത് പ്രത്യേകിച്ചൊന്നുമല്ല, ഞാൻ അത് കാറും കൊണ്ടും അല്ലായിരുന്നു, ഞാൻ ഒരു ജസ്റ്റ് ആക്റ്റീവയും കൊണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് പെട്ടെന്ന് റൈറ്റും ലെഫ്റ്റും ഒക്കെ തിരിയാൻ നേരത്ത് ഒരു പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെതായ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പം അത് കഷ്ടിച്ച് ഞാൻ 1-1.5 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് നാട്ടിൽ. അപ്പോൾ അതിന് നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കാനൊന്നും സമയം കിട്ടാത്ത ഒരു എമർജൻസി പർപ്പസിൽ ഞാൻ നാട്ടിലെത്തിയതുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം 2-3 ദിവസത്തെ ഡ്രൈവിങ്ങും കൊണ്ട് നമുക്ക് അല്ലെ നമ്മുടെ മറ്റൊരു ഡ്രൈവറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇരുന്ന് ഒന്ന് വാച്ച് ചെയ്ത് നമുക്ക് വീണ്ടും, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ണാ മൂത്താലും മരകയറ്റം മറക്കില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ച് ഓടിച്ച് തഴക്കം പഴക്കം വന്നിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നത്. ഒരു 2 ദിവസം നമ്മളൊന്ന് ഈ പുറത്തുനിന്ന് മീനൊക്കെ പിടിച്ചിട്ട് നമ്മൾ അക്വേറിയത്തിൽ ഇടുമ്പോഴത്തേക്കും ആ അക്വേറിയത്തിൻ്റെ വാട്ടറിൻ്റെ ടെമ്പറേച്ചറായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കൂടിൻ്റെ അകത്ത് കുറച്ച് നേരം കെട്ടിയിടില്ലേ എല്ലാം ഒരു ഓവർനൈറ്റൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടിയാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബാക്ക് ഇൻ ആക്ഷൻ, പുലിയാണ്. പിന്നെ പ്രശ്നം വരുന്നത് നമ്മൾ അവിടുത്തെ ഒരു 1-1.5 മാസത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് വീണ്ടും സൈഡ് മാറാനും ഒക്കെ ഉള്ള. അതും ഇവിടെ ഒരു 2 ദിവസം ഓടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ബാക്കി എല്ലാ കാര്യങ്ങളൊന്നും നമ്മളൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം അതൊക്കെ ബേസ് ലെവലിൽ നിന്ന് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, കാരണം നമ്മളതിലെല്ലാം ശീലിച്ച് തന്നെ വന്നവരായതുകൊണ്ട്. അതൊക്കെ മാറിയാൽ നല്ലത് എന്ന് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ, കാരണം ഈ റോമിൽ ചെന്നാൽ റോമാക്കാരനാവുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു വർത്താനം. അപ്പോൾ അതുപോലെ അലമ്പായിട്ട് ഓടിക്കാനാണ്, കച്ചറയായിട്ട് ഓടിക്കാനും നമുക്കറിയാം. ഏത് ലൈൻ ട്രാഫിക്കും മറ്റൊന്നും ഇല്ലാതെ കുത്തിക്കയറ്റി പോകുന്നതൊക്കെ ചെറുപ്പാലത്ത് നമ്മളും ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണല്ലോ. പറഞ്ഞു വന്നത്, ഞാൻ നമ്മുടെ എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നതെന്ന് നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ RX100 ആയിരുന്നു. ഒരു കിടിലൻ RX100. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കുത്തിക്കയറ്റി ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ വളരെ കച്ചറയായിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. നല്ല ഡ്രൈവിംഗ് ഒക്കെ എൻജോയ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാ പ്രായത്തിലും ഓരോരോ രീതികളാണല്ലോ. അപ്പോൾ ബേസിക്കലി ഞാൻ നമ്മുടെ പല പല സ്റ്റേജുകളിലായിട്ട് നാട്ടിൽ വന്നപ്പോൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ട പാർക്ക് സിറ്റി കഴിഞ്ഞ് സോൾട്ട് ലേക്ക് സിറ്റിയുടെ ആ ഒരു വലിയ ഇറങ്ങി സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഹൈവേന്ന് ഒരു ഡീവിയേഷൻ എടുക്കും. 80-ന്ന് 215 ബെൽറ്റ് റൂട്ടിൽ കയറി പിന്നീട് ഇൻഡർസ്റ്റേറ്റ് 15 എന്ന് പറയുന്ന ഒരു ഹൈവേ കയറി നമ്മൾ നേരെ ലാസ് വേഗാസ് ലക്ഷ്യമാക്കി പോകും.
ബൈ ദ വേ, ഈ മല നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ഏറ്റവും വില കൂടിയ ആദ്യത്തെ ഡ്രോൺ നഷ്ടപ്പെട്ട മല. പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയ്ക്ക് രസകരമാണ് ഈ മല. അന്ന് ഞാൻ എടുത്ത വിഷ്വൽസ് എനിക്ക് പിന്നീട് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ ഡ്രോൺ ഇവിടെ പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് ചെറിയ രീതിയിൽ ഈ മലമുകളിലൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ വിഷ്വൽ. ആ ആവേശത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഡ്രോൺ ഇവിടെ നഷ്ടപ്പെട്ടത്. Take exit 130 on the right to I-215 South. അപ്പം ഈ ഒരു ഹൈവേ നേരെ പോയി കഴിഞ്ഞാൽ സോൾട്ട് ലേക്ക് സിറ്റിയുടെ സെൻറ്ററിലേക്ക് ചെല്ലും. നമ്മൾ സാധാരണ ഇതിൽ സാൻ ഫ്രാൻസിസ്കോ പോകുന്ന നേരത്ത് ആ റൂട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ലോസ് ആഞ്ചലസിലേക്ക് ആയതുകൊണ്ട് വേണ്ട ഈ ഒരു ഡീവിയേഷൻ. ഇതിപ്പം 215 ബെൽറ്റ് റൂട്ട് എന്ന് പറയുന്ന ഒരു റൂട്ടാണ്. ബെൽറ്റ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മലയുടെയൊക്കെ സൈഡിൽ കൂടെ ചെത്തിക്കൊണ്ടുള്ള ഒരു സെറ്റപ്പ്. നമ്മുടെ നാട്ടിലെ കറങ്ങിപ്പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. In 700 meters, keep left to I-215 South, then keep left. കിടിലം വിഷ്വൽസാണ് ഇവിടെ കേട്ടോ. ഇപ്പം എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര വർത്തായിരിക്കും. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണിത്. അതായത് നമ്മുടെ പാർക്ക് സിറ്റിയുടെ ഔട്ടറിൽ നമുക്കൊരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അതായത് യൂത്തയുടെ തുടക്കം ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഈ 215 അല്ല യൂത്തയുടെ മൊത്തത്തിലൊരു സറൗണ്ടിങ്, അല്ലെങ്കിൽ സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറയുന്ന ആ ഒരു ടൗണ്, ഇതൊക്കെ നമുക്കൊന്ന് ഒരു റെൻ്റേ കാർ എടുത്തോ അങ്ങനെ വല്ലതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെ പൈസ വസൂൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ്. ഇവിടുത്തെ ലോക്കൽ ടൈം 4:45. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയും ഓഫീസും സ്കൂളും എല്ലാം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു നല്ല തിരക്കുള്ള ഒരു സമയമാണിത്. നമ്മുടെ മുമ്പിൽ കാണുന്ന മൗണ്ടൻസിൻ്റെ എല്ലാം മുകളിൽ ഐസ് വീണിട്ട് ഇങ്ങനെ നല്ല വെള്ള കളറിലാണ് കിടക്കുന്നത്. അതൊരു അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് എനിക്കറിയില്ല. Continue on I-215. Be in either of the two left lanes. അപ്പോൾ അതാണ്ട് ഈ ഒരു എക്സിറ്റ് നമ്പർ 12 എടുത്തുകൊണ്ട് നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്ന 215 എന്ന് പറയുന്ന ഹൈവേയിൽ നിന്ന് മാറി നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് 15ലേക്ക് കയറാൻ വേണ്ടി പോവാം. ഈ വഴി ഇനി നേരെ നമ്മളെ ലാസ് വേഗാസ് പിന്നെ അങ്ങ് ലോസ് ആഞ്ചലസ് വരെ എത്തിക്കും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ റൂട്ടിലെ തിരക്ക് കണ്ടോ നിങ്ങൾ? പക്ഷെ ഇത് കുറച്ച് നേരം ഉള്ളൂ കേട്ടോ. ഒരു കൂടിപ്പോയ ഒരു 60 കിലോമീറ്ററിൽ ഈ ഒരു തിരക്ക് കാണുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ തിരക്ക് കുറയും, എല്ലാം സെറ്റാവും. ഈ ഒരു സിറ്റിയുടെ ഭാഗത്ത് മാത്രമേ ഇത്രയും തിരക്കുള്ളൂ. നമ്മൾ ആ തിരക്കിൻ്റെ അകത്തേക്കാണ് ഇതേണ്ട ഇപ്പം തന്നെ മെർജ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ മെർജ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പുറകിലുണ്ടായിരുന്ന ഒരു കാറുകാരൻ നമുക്ക് നിർത്തി തന്നിട്ട് നമ്മുടെ നാട്ടിൽ ഫ്ലാഷേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എനിക്ക് തിരക്കുണ്ട്, ഞാൻ കയറി പോവാ, വഴി മാറി എന്നൊക്കെ അല്ലേ നമ്മളിങ്ങനെ ഹൈ ബീമും പിന്നെ ഇങ്ങനെ ലൈറ്റ് മിനിച്ചുകൊണ്ടൊക്കെ പോകണം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ലൈറ്റ് അടിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് വഴി മാറി തരുക, കയറി പൊക്കോ എന്നുള്ളൊരു കാണിക്കുന്നതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അയാൾ നമുക്ക് ലൈറ്റ് അടിച്ച് തന്നു, അയാൾ അവിടെ നിർത്തി തന്നു, നമ്മളെയും കൂടെ ട്രാഫിക്കിലേക്ക് കയറ്റി. ആ ചെയ്തതിന് ഒരു ഉപകാരം, താങ്ക് യു എന്നുള്ള രീതിയിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഫ്ലാഷേഴ്സ് അടിച്ച് കാണിക്കും. ഏത് നമ്മുടെ 4-വേ ഫ്ലാഷേഴ്സ്, ഹസാർഡ് ലൈറ്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ ട്രക്കിൽ ഹസാർഡ് ലൈറ്റേ ഉള്ളൂ. പക്ഷേ ചില ഫ്രൈറ്റ് ലൈനറിൻ്റെ അകത്ത് നമുക്ക് ആ ബാക്കിലത്തെ ലൈറ്റ് മാത്രം ഒന്ന് മിന്നി തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. നമുക്ക് പീറ്റർബിലിറ്റിയിൽ അതില്ല. അതുകൊണ്ട് നമ്മൾ ആ ഹസാർഡ് ലൈറ്റ് ഒന്ന് ഓണാക്കി 2 പ്രാവശ്യം ഒന്ന് ടക്ക് 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 എന്ന് മിന്നി ബാക്കിലുള്ളവനെ കാണിക്കും. നമ്മളെ കയറ്റി വിട്ടതിന് താങ്ക് യു എന്നാണ് പറയുന്നത്. ഇതെല്ലാം റോഡിലെ ഗുഡ് മാനേഴ്സാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ വേറൊരു റോഡിൽ നിന്ന് ഈ ഒരു റോഡിലേക്ക് മെർജ് ചെയ്യാൻ വന്നതല്ലേ. അപ്പോൾ അയാൾ അവിടെ കുത്തിക്കയറ്റി വെക്കുമല്ലേ, നമ്മളെയും കൂടെ മെർജ് ചെയ്യാൻ സഹായിക്കുക.
അപ്പോൾ നമ്മൾ ആ കയറാൻ വേണ്ടിയിട്ട് നിന്ന് നമ്മളവിടെ ഒരു വലിയ ഇത് കാണിക്കുന്നില്ല. നമ്മളും കയറി ഇതെല്ലാം ഒരു ട്രാഫിക്കിൻ്റെ ഫ്ലോയുടെ ഭാഗമാവുകയാണല്ലോ. എല്ലാവരും റോഡിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരല്ലേ. ഒരു സഹജീവികളോടുള്ള ഒരു മനോഭാവം അത് പറയുമ്പോൾ തന്നെ പറയട്ടെ, ഇവിടുത്തെയും എല്ലാ മനുഷ്യരും മാന്യന്മാരാണെന്നൊന്നും ഒരർത്ഥം ഇല്ല കേട്ടോ. ഇപ്പം ഈ തിരക്ക് കാണിച്ച് നമ്മളെ ഗ്യാപ്പ് തരാതെ കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്ന എല്ലാവരും മര്യാദ ഇല്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുന്ന മനുഷ്യരും ഉണ്ട്. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ്. പക്ഷേ പൊതുവെ കാണപ്പെടുന്ന നല്ല നല്ല സ്വഭാവങ്ങളാണ് നമ്മൾ മറ്റേ രീതിയിൽ പറഞ്ഞത്. അപ്പം യൂത്തേലെ ലോക്കൽ ടൈം 7:15 കേട്ടോ. നമ്മൾ ഫിൽമോറിലെ ലൗസിലെത്തി. നമുക്കിനി ഇവിടെ നിർത്തി ഒരു ഷവർ എടുക്കണം, ഫുഡ് വല്ലതും കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. കാരണം നാളെ എന്തായാലും ഡെലിവറി ഉള്ളതല്ലേ. ഈ ഫിൽമോറിലെ ലൗസ് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ലൗസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പാർക്കിംഗ് സ്പേസും എല്ലാം നല്ല സൗകര്യങ്ങളും ഷവറൊക്കെ ആണെങ്കിലും നല്ല കിടിലൻ പുതിയ ഫ്രഷ് ഐറ്റംസാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഫ്യൂലിംഗ് സെഡാർ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, യൂത്തെ തന്നെയുള്ള. ഗുഡ് മോർണിംഗ്. എന്തായി കാര്യങ്ങൾ? ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സമയത്ത് വന്നായിരുന്നോ? സമയത്ത് നേരത്തെ വന്നായിരുന്നു. ആണോ? 8 മണി ആയില്ല ഇവിടെ. 7:52 ആയതേ ഉള്ളൂ. ഇറക്കാൻ തുടങ്ങിയല്ലേ? ഇറക്കാൻ തുടങ്ങി. വാഷ്റൂം വല്ലതും ഉണ്ടോ അവിടെ? വാഷ്റൂം ഉണ്ട്, പക്ഷെ ഡോർ ലോക്ക് ചെയ്താൽ നിൽക്കുക. അവിടെ ഒരു ഡോറുണ്ട്, അതിൻ്റെ അകത്തുണ്ട് സംഭവം. ആണോ? ആ സാറേ, രാവിലെ പരിപാടി നല്ല ഇതെടുത്തോണ്ട് വരാം മൈക്ക്. ഒരു ബലമാണോ? ആണോ? അല്ല, അത് അങ്ങനെ ഇരുന്നോട്ടെ. അടയ്ക്കാൻ പാട് പെട്ട അതിലും വലിയ പാടല്ലേ. സത്യം. ഈ ആടി വെച്ച് തുറന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, അന്നേരം ഇല്ലായിരുന്നു. അത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനത്തിന്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഇതൊന്ന് നോക്കാൻ പറയാം അമ്മരോട്. ഇവിടെ നിന്നൊക്കെ കാറ്റ് പോകുന്ന സൗണ്ട് കേൾക്കാം. കാറ്റില്ല. നമ്മളിപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലെ ഓഷ്യൻ സൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. നമ്മുടെ ദേവസ്യാച്ചൻ വേണ്ട നമ്മുടെ പുറകെ കാണുന്ന വെയർ ഹൗസിൽ ഡെലിവറിക്ക് വേണ്ടി ഇട്ടേക്കുവാണ്. അപ്പം റാൻഡമായിട്ടുള്ള ഒരു ഫ്ലൂയിഡ്സൊക്കെ എല്ലാം കൂടെ രാവിലെ തന്നെ ചെയ്യുന്ന തിരക്കിലാണ് നമ്മുടെ ദേവസ്യാച്ചൻ. വളരെ ഉത്തരവാദിത്വമുള്ള പ്രൊഫഷണൽ ഡ്രൈവർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഇന്നത്തെ പോലെ വല്ല ഊരിക്കിടക്കുവാണെന്ന് നോക്കുക. ഇനി അതല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് വീട്ടിൽ എത്തിയാൽ പോരല്ലേ? അല്ലല്ല. പിന്നെ വേറൊരു രസമുണ്ട്. നമ്മൾ മറ്റേ ഹൈവേ 15 ഇങ്ങോട്ട് എടുക്കുന്ന എക്സിറ്റ് ഉണ്ട്. ഇത് എനിക്കൊന്ന് ഹൈവേ 15 ഒരു 20 കിലോമീറ്റർ ഉണ്ട് ഉള്ളിലോട്ടാ. അതിന്റെ എക്സിറ്റിന്റെ പേരാണ് പാലാ റോഡ്. ഇന്നലെ GPS ഇട്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു അത് പാലാ റോഡ്. ചുമ്മാ പാലാന്ന് പറഞ്ഞാൽ ചുമ്മാ ചില്ലറ കളിയല്ലെന്ന് മനസ്സിലായി. കൂളന്റ് ചെറിയ ലീക്കും അടപ്പിന്റെ ഇതിലെ അത് പിന്നെ തണുത്തിട്ട് അടയ്ക്കും. ഇപ്പം തുറന്നിട്ട് കാര്യമില്ല. ഞാൻ ഇന്നാളെ പറഞ്ഞ ഈ ലീക്ക് വരുന്നത് ഇതിൻ്റെ ആയിരുന്നേ. ഇത് ഫ്രോസൺ ആയിരുന്നിട്ട് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഫ്രോസൺ ആയിരുന്നിട്ട് ഇത് കാലിഫോർണിയ വന്ന ലീക്കില്ല. ആ സാധനം ഒന്ന് തിരിച്ചു വെച്ചേരെ. ഇടയ്ക്ക് ഈ മറ്റേ ഫിൽറ്റർ ഉണ്ടല്ലോ പവർ സ്റ്റിയറിംഗിന്റെ, ഇതോ ലൂസാണോ? അത് ലൂസായി പോയിട്ട് നമ്മുടെ ഫ്ലൂയിഡ് ലീക്ക് ഔട്ട് ആയി മറ്റേ നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ ഫുള്ള് പോകുന്ന ഒരു പരിപാടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ പഴയ മറ്റേ മഹായാനത്തിലെ മമ്മൂട്ടിനെ പോലെ 2 പേര് കൂട്ടിയൊക്കെ വളച്ച് തിരിച്ച് ട്രക്ക് സ്റ്റോപ്പിൽ എത്തിച്ച് ഫില്ല് ചെയ്യും.
അതെ. അത് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഈ തണുപ്പ് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ചൂടല്ലേ. പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ഇച്ചിരി ലോ ഇവിടെ 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 മാത്രം. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ മൂടൽമഞ്ഞൊക്കെ ആയിരുന്നു. അതെ അല്ലേ? ഫോഗായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മറ്റേ പ്രകൃതി? അടിപൊളിയായിരുന്നോ? ഇങ്ങനെ കയറ്റവും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉള്ളു. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ ടൗൺ ഇങ്ങനെ അപ്പ് ഡൗൺ. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇതിൽ തന്നെയാണ് പോകുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവശാച്ച നോക്കുന്ന എന്തോ ഒരു വിസിലിംഗ് സൗണ്ട് ഉണ്ട് വണ്ടിയുടെ റണ്ണിങ്ങിലല്ലേ? ഇതൊക്കെ മിച്ചം വന്നാണോ ആർക്കറിയാം. അവിടെയൊക്കെ ആണി വെച്ച് കൂട്ടി. ഇവിടെ ഒരു നട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കവറുകളൊക്കെ അഴിച്ചു കളഞ്ഞാണ്. പിന്നെ അങ്ങ് ഇട്ടാൽ മതി. അല്ല പിന്നെ വാട്ട്സ് യുവർ നെയിം? അൽഫോൺസോ. ചേട്ടാ ഇവിടുത്തെ ഈ അൽഫോൺസോ എന്ന് എഴുതാം. അൽഫോൺസോ അല്ലേ? ഇവിടെ സൈഡ് ഇതിലോട്ട് വെച്ചെന്ന് ചോദിക്കും. ആശാന്റെ പേര് അൽഫോൺസോ അല്ലേ? അല്ല, നമ്മൾ ആൽഫ്രഡ് ആക്കും. അല്ല അവത്തെ വെച്ച നിങ്ങൾ അവത്തെ വെച്ചോ. ഓക്കെ. പിയോടി വെച്ചേക്കട്ടെ. ഇത് പിയോടി ഇന്നിപ്പോൾ 3 ട്രക്കുള്ള ഡെലിവറിക്ക് അല്ലേ? നമുക്ക് ആദ്യം അയച്ചു കൊടുത്ത് പെട്ടെന്ന് ഇങ്ങ് റിട്ടേൺ കിട്ടുമോ നോക്കാം. വലിച്ചു വെക്കട്ടെ. വലിച്ച് അത് ക്ലീൻ. മറ്റേ മെഷീൻ കൂടെ എടുത്താലോ? അതോടെ എടുത്താലോ? ചാർജ് ഉണ്ടായിരുന്നു നാളെ കണ്ട്. ഞാൻ ചാർജ് കുറവാ. നമുക്ക് ഇനിയിപ്പോൾ ആകുന്നില്ല, പോണ വഴിക്ക് ചാർജ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് വേണം അടിച്ചേക്കാം അല്ലേ? അടിച്ച അപ്പം നമുക്ക് റിട്ടേൺ ലോഡുണ്ട്. അതെടുക്കാൻ നേരത്തെ ട്രെയിലർ ക്ലീൻ ആയിരിക്കണം എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻസ്ട്രക്ഷൻ. നമ്മുടെ ദേഹശാച്ച മൊത്തത്തിൽ ട്രെയിലർ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാനുള്ള സെറ്റപ്പാണ്. ചേട്ടാ ജീവനില്ല. ആണോ? നമുക്ക് ഒന്ന് റണ്ണിങ് ചാർജ് ചെയ്തിട്ട് അടിക്കാം. റണ്ണിങ്ങിൽ ചാർജ് ചെയ്തിട്ട് അടിക്കാം. ചാർജ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങോട്ടെ. സാധനം ഒടിഞ്ഞിരിക്കും. ഒരു പീസ് കൊണ്ടായിരിക്കും. അത് മിക്കതിൻ്റെ മുകളിൽ അതുപോലെ ഒരു പീസ്. അല്ല, അതിങ്ങനെ ചാടിക്കിടന്നതാ. ഞാൻ അവിടുന്ന് മറ്റേ വിൻഷീൽഡ് കിടക്കുന്ന കമ്പ് വെച്ച് അടിച്ചത് അകത്തോട്ടാക്കി. ആണോ? അല്ല, ഇതിന് എല്ലാ ട്രെയിലറിൻ്റെ മുകളിൽ എന്തോ ഒരു അതൊരു ഇതുപോലെ അടിക്കുന്നതായിരിക്കും. അല്ല, ഇവിടെ ഒന്നും ഇങ്ങനെ തെളിച്ചില്ലായിരുന്നാൽ മതി. ഇവിടെ ഹഗോയെ പിക്കപ്പ് നോക്കട്ടെ. പിക്കപ്പ് വന്നിട്ടുണ്ട്. സിറ്റി ഓഫ് ഇൻഡസ്ട്രി. സിറ്റി ഓഫ് ഇൻഡസ്ട്രിയാ? 139 കിലോമീറ്റർ. അടിപൊളി. ഇങ്ങോട്ട് 139 കിലോമീറ്റർ വരാൻ വേണ്ടി 2.5 മണിക്കൂർ എടുക്കും. അടിപൊളി. അപ്പോൾ കാലിഫോർണിയയിലെ സിറ്റി ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ടുവരുന്നത്. സിറ്റി ഓഫ് ഇൻഡസ്ട്രി ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും അവിടുന്ന് മുന്നോട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ നാളെ വീണ്ടും 8 മണിക്കാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, ബൈ ബൈ. സീ യു ടുമോറോ.